പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം ദാവീദ് മടങ്ങിയെത്തിയപ്പോൾ ജനങ്ങൾ ആർത്തുവിളിച്ച് സ്വീകരിച്ചു. സ്ത്രീകൾ സന്തോഷത്തോടെ തപ്പുകൊട്ടി നൃത്തമാടി പാടി. സൗൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. എന്നാൽ ഇത് കേട്ട സൗൾ അസൂയ പൂണ്ട് അന്നു മുതൽ ദാവീദിനെ എങ്ങനെ തരം താഴ്ത്താമെന്ന് ആലോചിച്ചു തുടങ്ങി. നാശത്തിലേക്കാണ് അത് നയിച്ചത്. ദൈവം രാജപദവിയിൽ നിന്ന് സൗലിനെ തിരസ്കരിച്ച് പകരം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, സുഭാഷിതം 14:30 അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അസൂയയുള്ള രംഗങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചാലോ? ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജോലിയിലെ ഉയർച്ച, കെട്ടിടങ്ങളുടെ വലിപ്പം, വസ്ത്ര ആഭരണ ആദികളുടെ ആ പൊലിമ, അയൽവക്കത്തെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുട്ടികളുടെ പഠനത്തെ താരതമ്യം ചെയ്യൽ, ഇതൊക്കെ അസൂയയുടെ പല രൂപങ്ങളാണ്. നമുക്ക് നമ്മെ തന്നെ തിരുത്തണ്ടേ? ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കണ്ടേ? നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടണ്ടേ? ദൈവസന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പി ദൈവ സഹായത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കാം. ഈ സന്ദേശം നമ്മെ അതിന് സഹായിക്കട്ടെ.